വളരെ നിർബന്ധമാണ്. ജീവൻ്റെ തുടിപ്പ് എവിടെയെങ്കിലും മുറിഞ്ഞാൽ കോശമതേറ്റുവാണ്. ഭാരതീയ ചിന്തയുടെ സമുജ്വലങ്ങളായ രണ്ടക്ഷങ്ങളാണവ. ചക്ക, കുമ്പളങ്ങ ഇവയൊന്നും പഴയ അമ്മമാർ മുറിക്കാൻ സമ്മതിക്കില്ല. കാരണം ഒരു കത്തി കടന്നു പോകുമ്പോൾ എത്ര ചക്കക്കുരു മുറിയും. ആ മുറിഞ്ഞ കുരു കാണുമ്പോൾ, മുറിഞ്ഞ വസ്തുക്കൾ കാണുമ്പോൾ, അതാണ് ഞാൻ സീരിയലും സിനിമയൊന്നും കാണരുതെന്ന് മുഖ്യമായി പറഞ്ഞത്. രക്തം കാണുമ്പോൾ ആ സമയത്തൊക്കെ നിങ്ങളുടെ തലച്ചോറിലൊരു മാറ്റം വരികയും നിങ്ങളുടെ പിനിയൽ, പിറ്റ്യൂട്ടറി, അഡ്രീനൽ, തൈറോയിഡ് ഇത്രയും മാറി മറിയുകയും ചെയ്യും. ഒരു അടിയോ ഇടിയോ ഒക്കെ കാണുമ്പോൾ പിനിയൽ ഗ്രന്ഥിയിൽ മാറ്റം വരും. നിങ്ങളുടെ കോശവാർദ്ധക്യത്തെ നിയന്ത്രിക്കുന്നത് ഈ ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥിയിൽ ഒരു സ്രവം രൂപാന്തരപ്പെട്ടാൽ ഒരു ഭാഗത്തതും നിങ്ങൾ അപ്പോൾ ആഹരിക്കുന്ന ആ വിഷയവും കാണുന്ന ആ വിഷയവും എൻസൈമാറ്റിക് അപ്രോച്ചിൽ എൻസൈമുകളെ മാറ്റിമറിക്കും. അത് നിങ്ങളുടെ പ്രാണന്റെ ആവൃത്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും നെയ്സൻ്റ് ഓക്സിജനെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. 3 പ്രക്രിയകൾ ഒരേ സമയത്ത് നടക്കും. ഒന്ന് പിനിയൽ ഗ്രന്ഥിയിലെ മാറ്റം, തദ്വാര പിറ്റ്യൂട്ടറി, അഡ്രീനൽ, തൈറോയിഡ് മേഖലകളിൽ വരുന്ന മാറ്റം. ഡക്റ്റിലസ് ഹോർമോണുകളാണിവയെല്ലാം പുറപ്പെടുവിക്കുന്നത്. അവയിലൊക്കെ മാറ്റം വരും. ഡക്റ്റിലസ് ഹോർമോണുകൾ അനിയന്ത്രിതമായ ലോകങ്ങളിലേക്ക് ഒരു നിമിഷാർദ്ധം കൊണ്ട് നിങ്ങളെ കൊണ്ടുപോകും. അതാണ് ഒരു മാറ്റം. രണ്ടാമത്തെ മാറ്റം നിങ്ങളുടെ പ്രാണനിൽ വരുന്ന ആവൃത്തിയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് അമൃതമാണ് എന്ന് പറഞ്ഞിട്ടാണ് പണ്ടുള്ളവർ കഴിക്കുന്നത്. ഉദകം നൽകി അന്നത്തെ അമൃതാക്കി അമൃതോപസ്തരണമസ്തു, അമൃതം മേ അസ്തു. പ്രാണനായിക്കൊണ്ട് ഒക്കെ ആഹൂതികളാണ് അന്നം കൊണ്ട് ചെയ്യുന്നത്. ഓം പ്രാണായ സ്വാഹ തുടങ്ങി ഓം ഉദാനായ സ്വാഹ വരെ മൈക്കൊക്കെ വെച്ച് പറയരുതെന്നാണ്. അതുകൊണ്ടാണ് അത് ക്രമമായൊക്കെ പറയാത്തത്. കാരണം അന്നമാണ് ജീവൻ. കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ അന്നത്തെ ഒരിക്കലും നിന്ദിക്കരുത്. അന്നമാണ് പ്രജ. ഗർഭിണി ഒരിക്കൽ പോലും അന്നത്തെ നിന്ദിക്കരുത്, അന്നം ഉപേക്ഷിക്കരുത്. അന്നം ന നിന്ദ്യാത് തദ്വ്രതം, അന്നം ന പരിചക്ഷ്യേത, അന്നം ബഹുകുർവീത. തൈത്തരീയം. നിങ്ങൾക്ക് പാരമ്പര്യത്തിൽ അറിയുന്നത് രാഷ്ട്രപിതാവ് അന്നത്തെ ഉപേക്ഷിച്ചവനാണ്. അതുകൊണ്ട് ഒരു വെടിയുണ്ടൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കുള്ള ഉണ്ട എവിടെയാണെന്ന് അന്വേഷിച്ചാൽ മതി. ആ സമയത്ത് ആ ഡക്റ്റിലസ് ഹോർമോണുകളിൽ വരുന്ന മാറ്റം, പ്രാണനിൽ വരുന്ന മാറ്റം, പ്രാണനിൽ വരുന്ന മാറ്റം നിങ്ങളുടെ എൻസൈമുകൾ പ്രതിപ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ പ്രതിപ്രവർത്തിക്കുന്ന മുഖ്യമായ എൻസൈമിൻ്റെ പേര് സാന്തൈൻ ഓക്സിഡേസ് എന്നാണ്. XANTHA, സാന്തൈൻ ഓക്സിഡേസ്. അത് ഹൈഡ്രജൻ പെറോക്സൈഡുമായാണ് പ്രതിപ്രവർത്തിക്കുന്നത്.
പ്രതിപ്രവർത്തിച്ചാൽ ഒരു ഓക്സിജൻ ഫ്രീ ആവും. അതിനാണ് നെയ്സന്റ് ഓക്സിജൻ എന്ന് പറയും. ഇതിന് കെമിസ്ട്രി പഠിക്കണം. ചെറിയ കെമിസ്ട്രി പോരാ, ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണം. ഓർഗാനിക് കെമിസ്ട്രിയും പഴയത് പഠിച്ചാൽ പോരാ, ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി പഠിക്കണം. കെമിസ്ട്രിക്കാരിപ്പുണ്ടാവും. ഇസ് നോട്ട് അല്ലേടാ? അണ്ടി കൊത്താൻ പോയ കാലം. അതുകൊണ്ട് എപ്പോഴോ സിഗരറ്റിൻ്റെ കൂടയിൽ MKK നായർ ഒരു അപ്പോയിൻറ്റ്മെൻ്റ് ഓർഡറും തന്നു. നായരായിപ്പോയുണ്ട് അല്ലേ? അത് പഠിക്കുന്ന കാലത്ത് പഠിക്കണം. അന്നേരം വട്ട് കളിക്കാനും ഗോട്ടി കളിക്കാനും അണ്ടി കൊത്താനും ഒക്കെ നടന്നിട്ട് ഇപ്പോൾ വിചാരിച്ചാൽ വല്ല രക്ഷയുണ്ട്. വയസ്സുമായി. എന്താടാ ചിരിക്കുന്നത്? നുണ പറഞ്ഞാണോ? അതുകൊണ്ട് ഇതിൽ ആ ഓക്സിജൻ സിംഗിളായിട്ട് വരും. അതിന് പറയുന്ന പേരാണ് നെയ്സൻ്റ് ഓക്സിജൻ. പക്ഷെ അയാളവിടെ വെറുതെ ഇരിക്കില്ല. അയാൾ വേറൊരെണ്ണത്തിനെ പിടിക്കണം. ഇണയായാൽ മാത്രമേ നിൽക്കാൻ പറ്റൂ ഓക്സിജൻ. വേറൊരിടത്തു നിന്ന് പിടിച്ചു പറിച്ചാൽ അവിടെ നെയ്സൻ്റ് ആവും. ഒരു PCR ഡെവലപ്പ് ചെയ്യും. നിങ്ങൾ കാണുന്ന ലുക്കീമിയയും കുന്തവും കുടച്ചക്രവും എല്ലാം ഈ പ്രക്രിയയുടെ ഫലമാണ്. ഇത് നിങ്ങൾ കഴിക്കുന്ന വിരുദ്ധാഹാരങ്ങൾ, പാലും മത്സ്യവും. ചെട്ടിനാട് മീൻകറി വെക്കുമ്പോൾ പാലൊഴിച്ച് വെക്കും. അങ്ങനെ വരുന്ന പാലും മത്സ്യവും. മുതിര പാലൊഴിച്ച് വേവിക്കും. പാലും മുതിരയും. ചക്കപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ ഇട്ട് വെക്കും. തേങ്ങ പിഴിഞ്ഞ് ഇടിച്ചു പിഴിഞ്ഞ് പായസം ഉണ്ടാക്കാനാണ് ഒരുങ്ങിയത്. സമയമായപ്പോൾ പിഴിയാൻ ആരുമില്ല. 6 പാക്കറ്റ് പാല് മേടിച്ചു കൊണ്ടുവന്ന് നേരെ അങ്ങ് ഒഴിക്കും. പാലും ചക്കപ്പഴവും വിരുദ്ധമായി സാധനം. തേങ്ങാപ്പാല് ചേർക്കാം. തേങ്ങാപ്പാല് ചേർക്കാൻ മേടിച്ച് പറിച്ചിട്ട തേങ്ങ പിഴിയാൻ ആളെ മുഴുവൻ കിട്ടിയില്ല. അടുപ്പത്തുനിന്ന് വാങ്ങണം. ചെക്കന് ഫ്ലൈറ്റിൻ്റെ സമയമാകുന്നു. പായസം ഇപ്പോൾ കൊടുക്കണം. ഇവൻ അവിടെ എത്തുമ്പോഴേക്ക് ആശുപത്രിയിലാവും. മനസ്സിലായില്ല? ഇതൊക്കെ അറിയാൻ മേലാതെ കാണിച്ചു നോക്കും. ഇതിന് സപ്പോർട്ടായിട്ട് കുറേ പേരുടെ പാചകകലയുണ്ട്. മനസ്സിലായില്ല? ഗിരിജ ഭട്ടിൻ്റെയും ഏതോ മാത്യുവിൻ്റെയും. മനസ്സിലായില്ല? ഇല്ലേ? ഒരു കോമളം പ്രഭുവിൻ്റെയും ഒക്കെ ഈ പാചകകലാ പുസ്തകങ്ങളുണ്ട്. യോജിക്കരുതാത്തതൊക്കെ യോജിപ്പിച്ച്. അനേക നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ടു വരുന്നതാണ് ആഹാര സംസ്കാരം. അത് ഒരു ദിവസം കൊണ്ട് പുസ്തകത്തെ എഴുതാവുന്നതല്ല. സാൽമ്യം വന്ന ആഹാരങ്ങൾ വേണം. നിത്യം കഴിക്കാവുന്നവ അറിയണം, നിത്യം കഴിക്കരുതാത്തവ അറിയണം. അതൊക്കെ അറിഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ ഈ കുഴപ്പമെല്ലാം വരും. ഈ കുണ്ടാമാണ്ടിയൊക്കെ വരും. കാലവൈരുദ്ധ്യം അറിയണം, ദേശവൈരുദ്ധ്യം അറിയണം, സമ്പദ് വൈരുദ്ധ്യം അറിയണം, സംസ്കാര വൈരുദ്ധ്യം അറിയണം. ഇതെല്ലാം അറിയണം. 18 തരം വൈരുദ്ധ്യങ്ങൾ. ആത്രേയ ഭദ്രകാപ്പീയം ചരകം എടുത്ത് പഠിച്ചോളുക. എന്നിട്ട് വേണം ജീവിതം തുടങ്ങാൻ. മക്കളെയും വിളിച്ച് വിപ്ലവകാരിയാണ്, കേമനാണ്. സ്കൂളിൻ്റെ മൈതാനത്ത് വന്നിരുന്ന് നാട്ടുകാരെയും കൂട്ടി ഗ്രഹണ സമയത്ത് തിന്നു. ഒന്നും സംഭവിച്ചില്ല. ഇത് തിന്നാലുടനെ സംഭവിക്കില്ല. ഇത് ദഹിച്ച് പചിച്ച് രൂപാന്തരപ്പെട്ട് ദിവസങ്ങളെടുക്കും. ചിലപ്പം ജനിക്കാൻ പോകുന്ന കൊച്ചിനായിരിക്കും കുതവില്ലാത്തത്. ഇതൊരു ദിവസം കൊണ്ടല്ല കെമിസ്ട്രി രൂപപ്പെടുന്നത്. ബയോ കെമിസ്ട്രിയിൽ അന്തസ്ഥിതങ്ങളായ ഭാവങ്ങൾ വരാൻ എത്ര വരുമെന്നറിയാൻ ഇപ്പൊ പഠിച്ച പഠിപ്പ് പോരാ. മുമ്പ് പറഞ്ഞ നൈസന്റ് ഓക്സിജന്റെ വരവറിയണമെങ്കിൽ ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി. ഇത് പരീക്ഷ എഴുതുമ്പോൾ പോലും പഠിപ്പിച്ചവൻ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് ആഹാരത്തോട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതൊരു പരീക്ഷ എഴുതി ഡിഗ്രി എടുത്തിങ്ങി വന്നു. അറിയാമെന്ന് അഹങ്കരിച്ചാൽ പോരാ.
അപ്പോൾ കഴിക്കുമ്പോൾ സൂക്ഷിക്കണം, ചക്ക മുറിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ആ കുരു മുറിയുമ്പോൾ ബ്രെയിനിലൊരു വടു വീഴും, മുറിക്കുന്നവളുടെ. അതുകൊണ്ട് തള്ള പറഞ്ഞു കൊടുക്കും, മോളെ അംഗവൈകല്യത്തിന് കാരണമായേക്കാവുന്നതാണ്, നീ മുറിക്കണ്ട, ഞാൻ മുറിച്ചോളാം, ഞാൻ ഒരുക്കിത്തരാം. അതുകൊണ്ടൊക്കെയാണ് കൂട്ടായിട്ട് ജീവിച്ചത്. ഒരുത്തി ഗർഭിണിയായിരിക്കുമ്പോൾ ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കണമെങ്കിൽ കൂടെ ആൾ വേണം. ഞാനും മതി, എൻ്റെ കുഞ്ഞെയ്ത്താനും മതി എന്ന് പറഞ്ഞ് മനസ്സിലായില്ല. ന്യൂക്ലിയറിലേക്ക് പോയിരിക്കുകയാണ്, ആരും കൂടെ വേണ്ട. അതുകൊണ്ട് കുമ്പളങ്ങ മുറിക്കുക മാത്രമല്ല, കോഴിയെ പിടിച്ച് കഴുത്തും കണ്ടിക്കുകയാണ്. അവസാനം കഴുത്ത് തിരിഞ്ഞും ഒടിഞ്ഞു കിടന്നും. ഈ കോഴി കിടക്കുന്ന പോലെ കിടക്കുന്ന ചിലത്, ഇതിനെ കൊണ്ട് ഇങ്ങനെ ചുമക്കുക. മനസ്സിലായില്ല. കാണുമ്പോൾ സങ്കടം തോന്നും. ശരിയല്ല, നുണയാ പറയുന്നത്. വൈറ്റമിനുകൾ, മിനറലുകൾ ടൺ കണക്കിന് തിന്നുന്നത് ആധുനിക വിദ്യാഭ്യാസമുള്ള സ്ത്രീയും പുരുഷനും. ടൺ കണക്കിന് ടിൻ ഫുഡുകൾ ലോറിക്കകത്ത് കൊണ്ടെന്നാണ് തിന്നുന്നത്. ആഴ്ചയിൽ വാക്സിനേഷനുകൾ, ബിഗ് ഷോപ്പർ നിറച്ചു ഗുളികകൾ. ഇസ് നോട്ട് നുണയാണോ? 2 ആഴ്ചയിലൊരിക്കൽ ചെക്കപ്പ്, സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് അകത്ത് പ്രസവം, സൂപ്പർ ഗൈനക്കോളജിസ്റ്റ്, പരിവാരങ്ങൾ, ടെക്നീഷ്യൻസ്, ഉപകരണങ്ങൾ. എത്ര പ്രസവിക്കും ഈ വിദ്യാസമ്പന്ന? 1 അല്ലെങ്കിൽ 2. എന്നിട്ടോ 35 വയസ്സാകുമ്പോഴേക്കുള്ള മുട്ടിന് തേയ്മാനം, നട്ടലിന് തേയ്മാനം, യൂട്രസ് ആരെയോ കാണാൻ ഇറങ്ങി വരിക. ശരിയല്ല. ദേഷ്യം വരുന്നുണ്ടോ?